ഹലോ ഗൈസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് 19-കാരിയായിട്ടുള്ള മേഘയുടെയും 33-കാരനായിട്ടുള്ള സൽമാന്റെയും കല്യാണമാണ്. ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ട് മാറാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ആ ഒരു ഏജ് ഡിഫറൻസ് ആണ്. ഏകദേശം ഒരു 14 വയസ്സ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഇവർക്കിടയിലുണ്ട്. എൻ്റെ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസത്തെ വാലന്റൈൻസ് ഡേ എല്ലാവരും അടിച്ച് പൊളിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരും സിംഗിൾസ് ആയിട്ടുള്ളവരും അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ. ഇനി ഈ വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് ഇവർ തമ്മിലുള്ള ഈ ഒരു കല്യാണത്തിൽ ഇവരുടെ പേരൻസിനും ഇവർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ബാക്കിയുള്ള ആൾക്കാർക്ക്, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. ഓക്കെ, ആൻഡ് പല ഗോസിപ്പ് ചാനലുകളും ഇവരുടെ ഈ ഒരു വിവാഹത്തെ ആണെങ്കിൽ ഇവർ മതം മാറി പിന്നീട് ഇവർ ഒളിച്ചോടി പോയി വീട്ടുകാരുമായിട്ടൊക്കെ അടിച്ച് പിരിഞ്ഞിട്ടാണ് ഈ ഒരു കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ വേറൊരു യൂണിവേഴ്സിലോട്ട് ഇവിടുത്തെ ഗോസിപ്പ് ചാനലുകൾ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാം. പിന്നെ ഇവരുടെ കാര്യത്തിൽ ബാക്കിയുള്ളവരുടെ ഈ ഉത്കണ്ഠ ആലോചിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ കമന്റ്സ് ഇങ്ങോട്ട് വായിക്കാം. കാണാം കുറച്ച് കഴിയുമ്പോൾ. പിന്നെ മേഘയുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി സൽമാനോട് ഒരു അട്രാക്ഷൻ മാത്രമാണ് ഉണ്ടായത്. ഒരു 18 വയസ്സുള്ള കുട്ടിക്ക് തോന്നുന്നത് തന്നെയാണ് ഇതൊക്കെ. മേഘ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചിന്തിച്ചില്ല. പേരൻസ് സ്റ്റഡീസ് എക്സെട്ര ഈ പ്രായത്തിന്റെ എടുത്തുചാട്ടം മാത്രമാണ്. കുറച്ച് കഴിഞ്ഞ് മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ റിഗ്രറ്റ് തോന്നുന്നത്. ഇങ്ങനെയുള്ള നിരന്തരം കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ. ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നത് അതൊരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എനിക്ക് അതിനോട് വലിയൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. കാര്യം ജീവിതത്തെ പറ്റിയിട്ട് ഒരു ബോധവും ഇല്ലാതെ ആ ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര യോജിപ്പുള്ള കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഏത് പ്രായത്തിൽ കല്യാണം കഴിക്കും, 18 വയസ്സിൽ കഴിക്കണോ 19 വയസ്സിൽ കഴിക്കണോ അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അതിൽ നമ്മൾ പറയുന്നത് പോലെ അവരങ്ങനെ ചെയ്യണമെന്ന് ഒരാൾക്കും വാശി പിടിക്കാനോ നിർബന്ധം പിടിക്കാനോ പാടില്ല. ഓക്കെ, അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ആണെങ്കിൽ ഒരു കല്യാണത്തോടനുബന്ധിച്ചിട്ടേക്കുന്ന ഒരു വീഡിയോ, ഇൻസ്റ്റയിലിട്ട ഒരു വീഡിയോയുടെ താഴെ വന്നേക്കുന്ന ഒരു കമന്റ് ആണ്, ഹാപ്പി ഫോർ ദിസ് കപ്പിൾ ബട്ട് 33 and 90. ഒരു റിപ്ലൈ ആയിട്ട് വന്നതാണ്, വാട്ട് അബൌട്ട് നസ്രി ആൻഡ് ഫഹദ്, ദേ ആർ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ ചോദ്യചിഹ്നം ഒക്കെ ഇട്ടുണ്ട്. ഈ കമന്റ് ബോക്സിൽ കിടന്ന കുറെ ആൾക്കാർ കിടന്ന് അടിയും വഴക്കുമാണ്. ഓക്കെ, ഇവരൊരു പ്രായത്തെ ചൊല്ലിയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനാണെങ്കിൽ സഹി കെട്ടിട്ട് സൽമാൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ തന്നെയാണ് അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിയർ വെൽ വിഷേഴ്സ്, അവളുടെ അച്ഛൻ മാരേജ് ടൈം വന്നു, മൈ മോം വിളിച്ച് സെറ്റ് ആയിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടെ കിടന്ന് ദയവ് ചെയ്ത് അടി കൂടല്ലേ. ആരൊക്കെയോ സ്ക്രീൻഷോട്ട് എടുത്ത് വീട്ടിൽ അയച്ചു കൊടുക്കുമ്പോൾ വീട്ടുകാർക്ക് വെറുതെ ടെൻഷൻ ആവുന്നു. ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചോളാം, പറ്റുമെങ്കിൽ പ്രേ ഫോർ അസ് അല്ലെ ലീവ് അസ് പ്ലീസ്, താങ്ക്സ് ആൻഡ് ലവ് ടു ഓൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇട്ടേക്കുന്നത്. കാര്യം നിങ്ങൾ ഇങ്ങനെ നിരന്തരം അവരുടെ കമന്റ് ബോക്സിൽ കിടന്ന് ഇവിടെ ആൾക്കാർ അടി ഉണ്ടാക്കാണ്. ഇവരിനി കഴിഞ്ഞ ദിവസം മൈൽസ്റ്റോൺ മേക്കേഴ്സിന് കൊടുത്ത ആ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ട് വെക്കുക. അതിൽ ആദ്യത്തേന്ന് വെച്ചാൽ ഈ ഒരു പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്കിന് ആ ചേട്ടനാണെങ്കിൽ ആദ്യം റിജക്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിൽ മേഘ പറയുന്നുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇപ്പം അങ്ങനെ വെറുതെ തോന്നുകയാണ്, മേ ബി സീരിയസ് അല്ലായിരിക്കും, നീ നിന്റെ സ്റ്റഡീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ട്. ആക്ച്വലി ഞാൻ അതിന്റെ കുറച്ച് മുമ്പ് ഒരു ബ്രേക്കപ്പ് പറയട്ടെ. അല്ല, ഇവിടെ എന്തും പറയാം, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും കാണാണ്ടല്ലോ പുറത്തുനിന്ന്, അതുകൊണ്ട്. അപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം ഞാൻ സെൽഫായിട്ട് ഒരു ലവ് ലൈഫ് എനിക്ക് ലക്കല്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് സെൽഫായിട്ട് സിഗ്മ അടിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഒന്ന്, ഞാൻ തീരുമാനിച്ച എൻ്റെ ലൈഫ് എന്നുള്ളൊരു സാധനം സിംഗിളായിട്ട് പോകാന്നുള്ളൊരു തീരുമാനത്തിനെ കുറിച്ചുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ യങ് ഏജ് ആണല്ലോ, അപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയതായിരിക്കാം. കാരണം അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഏജിന്റെ ഒരു ക്രേസ് ആയിരിക്കും. കാരണം ഈ ഏജിലും എനിക്കും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ. ഇവർ പറയുന്നതൊക്കെ എനിക്ക് മറ്റേ ഓം ശാന്തി ഓശാനിക്കത്തുള്ള സിനിമയിലെ കുറച്ച് രംഗങ്ങളാണ് തോന്നുന്നത്. കാര്യം ന്യൂമോളിൻ്റെ അടുത്ത് നസ്രി പോയിട്ട് പറയുന്ന ടൈമിൽ അന്നേരം ഇവർ പറയുന്ന തിരിച്ചു കൊടുക്കുന്ന മറുപടിയും പിന്നെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് ബാക്കിയും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നീ ഒരു കാര്യം ചെയ്യും, നീ പഠിത്തം കംപ്ലീറ്റ് ചെയ്യും. നീ പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നെ കാണാതിരിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മളെപ്പോഴും കാണുകയാണല്ലോ, സീരിയലിന് വേണ്ടി കാണുകയാണ്. അപ്പം മേ ബി യു ഫീൽ ദാറ്റ്. അപ്പോൾ കാണാതെയൊക്കെ ഇരിക്കുമ്പോൾ കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷെ 1 year കൊണ്ട് നിനക്ക് ഇതിന്നൊരു കുറവുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ട് ചലഞ്ച് വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഈ 1 year കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ എടുക്കണ്ട, അപ്പോൾ ചലഞ്ചിന് വേണ്ടിയിട്ട് നീ അത് കീപ്പ് ചെയ്തുകൊണ്ട് പോകും, വെച്ചോണ്ട് പോകും. അപ്പം അങ്ങനെ വേണ്ട, നീ ഫ്രീ ആയിട്ട് വിട്. നിനക്ക് എന്താണോ നിനക്ക് തോന്നുന്നത്, നിന്റെ ഹാപ്പിനെസ്, നീ ചിരിക്ക്, നീ എൻജോയ് ചെയ്യ്, നീ ബി ഹാപ്പി ഇൻ യുവർ വർക്ക്. നിന്റെ പഠിത്തം കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം നാളെ എപ്പോഴും നിന്റെ അടുത്ത് ആരില്ലെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പവർഫുൾ ടൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്. എപ്പോഴും നിന്റെ കയ്യിലുള്ളൊരു ധൈര്യം. അതിന് ആര് നിന്നെ ഒഴിവാക്കിയാലും നിന്റെ കാര്യം നിനക്ക് നോക്കാൻ നിന്റെ എഡ്യൂക്കേഷൻ മതി. അത് ഞാനായാലും വീട്ടുകാരായാലും ആരായാലും.
ഇത് എല്ലാ ആളുകളും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. കാര്യം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാവുക, അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം പലപ്പോഴും പല ആളുകളും അതിനെപ്പറ്റി ആലോചിക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മുമ്പത്തെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പം ഞാനിപ്പോൾ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടി എൻ്റെ ഒപ്പം വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പറയുന്ന ഒരാൾ ഞാനൊരു മനുഷ്യനാണ്, നാളെ മാറും മറക്കും മരിക്കാം. ഓക്കെ, അതുപോലെ നാളെ ഒരു പക്ഷേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും വെളിവുകേടൊക്കെ തോന്നിയിട്ട് എൻ്റെ ഒപ്പം വരുന്ന ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നാളെ അവൾക്ക് പോടാ പുല്ലേന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, അവൾക്കൊരു എഡ്യൂക്കേഷൻ വേണം, സ്വന്തമായിട്ട് കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടാവണം. അതില്ലെങ്കിൽ എന്നും മറ്റൊരാൾക്ക് അടിമപ്പെട്ട് കിടക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് പുള്ളി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്. അതിനകത്ത് പറഞ്ഞ പോലെ കാര്യം ഒരു ചലഞ്ചൊക്കെ വെച്ചിട്ട് ഭയങ്കര സിനിമാറ്റിക്കാണ്. പലപ്പോഴും നമ്മുടെ ചില ആളുകളുടെ ലൈഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് സിനിമകളെക്കാൾ വലിയ ചില കഥകളായിരിക്കും പല ആളുകളുടെയും റിയൽ ലൈഫ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഞാൻ ഇവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നത് എപ്പാന്നറിയോ? എപ്പോഴും കല്യാണത്തിന്റെ തലേന്നൊന്നും പറയില്ലേ? തലേന്നൊന്നും പറയില്ല, കല്യാണത്തിന് അന്ന്. അതെ, രജിസ്ട്രീന് മേ ബി 1 hour ago ആയിരിക്കും എൻ്റെ അടുത്ത് പറയണേ. രജിസ്റ്റർ ഓഫീസിൽ സൈൻ ചെയ്യാൻ പോകുന്നതിന്റെ മുമ്പാണ് എന്താ പറയാ ആ ഒരു ഫോർമൽ യെസ് അല്ലെങ്കിൽ ആ ലവ് ഞാൻ പറയുന്നത്. ബട്ട് ഇതിനകത്ത് വാലന്റൈൻസ് ഡേ ആയിട്ട് ഇത് ട്രെൻഡിങ്ങിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്, ഇവരുടെ ഈ ഒരു ഇന്റർവ്യൂ. ഞാൻ ആലോചിക്കുന്നത് ഈ സിംഗിൾസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഈ കമ്മ്യൂണിറ്റി ഓൾറെഡി റീൽസിനകത്തൂടെയൊക്കെ ആണെങ്കിൽ കുറേ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിന്ന് പൊളിഞ്ഞിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇവരാണെങ്കിൽ കല്യാണത്തിന് തൊട്ട് മുന്നേ 1 മണിക്കൂർ മുന്നേ ഒക്കെ ആണെങ്കിൽ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് ഈ ഇങ്ങനെ സാധനങ്ങൾ കേൾക്കുമ്പോഴത്തേക്കിന് എടേ അവർക്ക് അസൂയയും കുശുമ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ. എടാ ഞങ്ങളിവിടെ സിഗ്മ അടിച്ചെടുക്കും, അപ്പോഴും നിങ്ങളാണെങ്കിൽ ഓക്കെ ഇപ്പം പുള്ളിയാണെങ്കിൽ അതൊരു സിഗ്മ ആയിരുന്നു മുമ്പ് എന്നുള്ളതിൽ കുറേ ആൾക്കാർ ഇവർ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന ആൾ പിന്നീട് ഒരു കല്യാണം കഴിക്കുന്നു, കല്യാണത്തിന് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നെയാണ് പ്രപ്പോസ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് സിംഗിൾസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട് എങ്ങനെ സഹിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളിപ്പം ഇന്റർകാസ്റ്റ് ആണല്ലോ, അപ്പൊ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? ലൈക്ക് ഞാനിപ്പോ ഇനി ഇത് പ്രപ്പോസ് ചെയ്ത ആളെ ആക്സെപ്റ്റ് ചെയ്താൽ ഇത് ഞാൻ എങ്ങനെ ഫെർദർ കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്ത ആ ടൈമിലുണ്ടായിരുന്നോ? ആക്ച്വലി ഇതിപ്പോൾ 90s ഈ പറഞ്ഞ ഇതിൽ ഭയങ്കര വാല്യൂ ഉണ്ടാവും. അറ്റ് ദിസ് ടൈം എന്താണ്, ഇഫ് ബോത്ത് ഓഫ് ദ പീപ്പിൾ ലവ് ഈച്ച് അതർ അത് മാത്രം നോക്കിയാൽ മതി. റിലീജിയൻ കാസ്റ്റ് നോക്കി നിന്നാ നടക്കില്ല. കുറെ ആൾക്കാര് 19-കാരിയായിട്ടുള്ള മേഘയ്ക്കാണെങ്കിൽ ഇതുപോലെ വലിയ പക്വതയില്ല, അതിനെ ഒരു വിവരവും ബോധവും ഇല്ല, ജീവിതത്തെ പറ്റിയിട്ട് ഒരു കാഴ്ചപ്പാടും ഇല്ലാതൊക്കെയാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ അവരെക്കാൾ എന്തുകൊണ്ടും പക്വതയും വിവരവും ബോധവുമുള്ള അല്ലെങ്കിൽ മനുഷ്യനായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു നല്ല മനസ്സിനുടമ തന്നെയാണ്. കാര്യം വെച്ചാൽ ഫോർ എക്സാമ്പിൾ 2-3 കമന്റ്സ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും, ഈ ലവ് ജിഹാദ് ആണെന്ന് ചിലരെങ്കിലും പറയും, അതാണ് സത്യവും. എടി എന്തോന്നടേ ഇത് വർഗീയത പറയാനെ കൊണ്ട് ഇങ്ങനെ കുറെ എണ്ണങ്ങൾ. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇടാൻ തോന്നുന്നു? പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കമന്റ് ഉണ്ട്, ഈ സഞ്ജയ് 72-071 എന്ന് പറഞ്ഞിട്ടേക്കുന്ന ഒരു തൻ്റെ കമന്റാണ്. നിങ്ങൾ ഈ കമന്റ് ഒന്ന് വായിക്കുക, എനിക്ക് വായിക്കാനെ കൊണ്ട് എനിക്കൊരു ഉളുപ്പ് തോന്നുക. ഓക്കെ, വെറുതെ അല്ല ഹിന്ദു ആൺപിള്ളേർക്ക് പെണ്ണ് കിട്ടത്, അത് മാത്രം ഞാൻ ഇങ്ങോട്ട് വായിക്കാം. ബാക്കി ഇവനിട്ടേക്കുന്ന കമന്റ്, ഇവന്റെ കമന്റ് ഇവന്റെ വീട്ടിലുള്ള അമ്മയോ അച്ഛനോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മകനെയാണല്ലോ ദൈവമേ ഞങ്ങൾ പടച്ചു വിട്ടത് എന്ന് ആലോചിച്ചിട്ട് അവർക്ക് ഇപ്പോൾ റിഗ്രറ്റ് തോന്നുന്നുണ്ടായിരിക്കും. ഓക്കെ, കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരുത്തം പറയുമ്പോൾ അവന്റെ മനസ്സിൽ എത്രത്തോളം തീവ്രമായിട്ടുള്ള കുറെ വിഷമാണ് അവന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ഒരു താല്പര്യം അറിയാം, ഞങ്ങളുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സോ രജിസ്റ്റർ വിവാഹത്തിന്റെ രജിസ്റ്റർ മാരേജിന്റെ ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, രണ്ടാളുടെ വീട്ടുകാരും ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് ഒബ്വിയസ്ലി അവിടെ ഒരു എതിർപ്പുണ്ട്, അല്ലാതെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വെരി ലക്കിലി അന്ന് രജിസ്റ്റർ മാരേജിന് അന്ന് ഇവളുടെ അച്ഛൻ വന്നു അവിടെ. അച്ഛനെ കണ്ടപ്പോ പുള്ളിക്കാര് കുറച്ച് ഷോക്കായി. പിക്ചർ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വിളിക്കാൻ ഇതാരോ വിളിക്കാത്തൊരു ഗസ്റ്റ്. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര കൂളായിരുന്നു. വന്നിട്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇത്ര വരെ ആയില്ലേ, സോ നല്ലൊരു ജീവിക്ക് ബ്ലസ് ചെയ്തു, രണ്ടുപേരും നല്ല ബ്ലസ് ചെയ്തു. അവരുടെ പേരൻസിന് എല്ലാവർക്കും ഓക്കെ. ഇപ്പോഴും കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർക്ക് അവരുടെ പേരൻസിന് ഇല്ലാത്ത വിഷമാണ് കമന്റ് ബോക്സിൽ കിടന്ന് തീർത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു അല്ലറ ചില്ലറ നെഗറ്റീവ്സും ഉണ്ട്, എന്തായാലും വരും. കാരണം ഈ ഒരു എനിക്കറിയില്ല ആൾക്കാർക്ക് ഇപ്പോഴും എന്താണ് ഈ ഏജ് ഡിഫറൻസ്, ഈ ഒരു റിലീജിയൻ ഡിഫറൻസ് ഒക്കെ ഇപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് ബേസിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അത് നിർത്തിയാൽ വളരെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ കൂടുതൽ ആർക്കും പ്രശ്നമില്ല. വി ആർ വെരി ഹാപ്പി ആൻഡ് family is also getting okay with it. all are getting okay with it. അല്ല, 33 വയസ്സുള്ള ഒരാൾ 19-കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തതുകൊണ്ട് എന്താണ് പ്രശ്നം വരുന്നത്? എന്താണ് അവർ ലൈഫ്? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന പോലെ കുറെ ആൾക്കാർ ഏജ് ഡിഫറൻസിന്റെ കാര്യം പറയുമ്പോൾ എത്ര വയസ്സാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടൊരു 2 ആൾക്കാർക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത്? മറ്റേ ക്യൂൻ സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് അസമയത്ത് ഒരു പെൺകുട്ടി, അപ്പം സലീം കുമാർ പറയുന്നതാണ്, ഏതാണ് ഈ അസമയം?
എന്ന് പറയുന്നത് പോലെ തന്നെ ഏജ് ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഏതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത്? അങ്ങനെ ഒന്നും ഉണ്ടോ? നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, അങ്ങനെ ആ ഒരു ഏജ് ഡിഫറൻസ് കല്യാണം കഴിക്കുന്ന ആൾക്കാരെല്ലാവരും ഈ പറയുന്ന പോലെ പെർഫെക്റ്റ് കപ്പിൾസ് ആണോ? എല്ലാവരും ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നവരാണ്? ഇപ്പൊ ഇവരാണെങ്കിലും ഇത്ര ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടേ അവർ ലൈഫിൽ അവർ ഹാപ്പിയാണ്, പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തിനാണ് ഈ പ്രശ്നം മൊത്തം തോന്നേണ്ട ഒരു ആവശ്യം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും മുമ്പും പല വീഡിയോസിനകത്ത് പറയുന്ന കാര്യമാണ്, അതായത് സ്വന്തം ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹബന്ധങ്ങളിൽ ഹാപ്പി അല്ലാത്ത, സാറ്റിസ്ഫൈഡ് അല്ലാത്ത, ഫെയിലിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ കാണുമ്പോഴത്തേക്കിന്, ഇത്ര ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കിന് അവരുടെ അടുത്ത് പോയിട്ട് ഇവരുടെ ഈ വിഷങ്ങൾ കാര്യങ്ങളൊക്കെ തുപ്പുന്നത്. എന്തായാലും അവരെ അവരുടെ ലൈഫിന് വിടുക, അവരെ ഫ്രീ ആയിട്ട് വിടുക, അവർ ഹാപ്പി ആയിട്ട് ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് ഒരുപാട് കാലം പോട്ടെ. എന്തായാലും ഇതിനെ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.